അപ്പോൾ ടുഡേ December 28, 2026 ടുഡേ ഇസ് മൈ ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊന്നും അല്ല, പക്ഷേ നമ്മളൊരു ബർത്ത്ഡേ വ്ളോഗ് തന്നെയാണ് കാണാൻ പോണത്. പക്ഷേ ഒരു മാറ്റമുണ്ട്, നമ്മൾ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നാൾ ഷോർട്സിൽ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് തൊട്ട് നമ്മൾ ഇച്ചിരി ലെങ്തി വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്ലസ് വൺ തിങ്, നമ്മൾ വോയിസ് കവർ ചെയ്യുന്നില്ല, കൂടെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം മൈക്കില്ലാത്തതുകൊണ്ട് ഇച്ചിരി അതിൻ്റെയായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് വോയിസും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പ്ലസ് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് ഷോർട്സ് എന്ന സപ്പോർട്ട് നമ്മുടെ വ്ളോഗിനും പോസ്റ്റിനൊക്കെ തരിക. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ചാ. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ഞാൻ മുമ്പത്തെ അടുത്ത് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഉച്ചയ്ക്ക് ആ വീഡിയോ എടുത്തു കയറി കിടന്ന് ഉറങ്ങി. ഇപ്പോൾ നമ്മളിതേ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്, കണ്ടോളൂ. ഇത് ഇട്ടു നമ്മളിനി റെഡി ആവുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ റെഡി ആവണമല്ലോ. അത് കഴിയുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു, കഴിക്കുന്നു, പിന്നെയും കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ നമുക്ക് റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടി കുട്ടി സ്റ്റോറീസ് പറയാം. അപ്പോൾ ഇത് മുടിയൊക്കെ ആദ്യം അയച്ച് നമുക്ക് സെറ്റാക്കണമല്ലോ. നമ്മൾ ഡ്രൈയർ ഒന്നും യൂസ് ചെയ്യാറില്ല ഗൈസ്, നമ്മൾ നാച്ചുറലിയാണ് മുടിയൊക്കെ ഉണക്കാറുള്ളത്. അമ്മ ഡ്രൈയർ യൂസ് ചെയ്ത് തന്നെ വീണ്ടും പുറത്തിറക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തന്നെ നമ്മൾ ജസ്റ്റ് മുടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പറ്റില്ല നമ്മൾ മുടിയൊക്കെ ഇതാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരുങ്ങുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് അപ്പായി ഗിഫ്റ്റ് കൊടുത്തിയാണ് ഈ ഗിംബൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് ഇതിൽ ഫോൺ വെച്ച് ഫിറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് നമ്മൾ അമ്മ ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന ഗിംബൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ അത് ചെയ്ത് തന്നത്. അപ്പോൾ നമുക്കിനി ഒരുങ്ങാം എങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഐലൈനർ കണ്ണ് എഴുതുക, അത്രേ ഉള്ളൂ പരിപാടി. അതാണ് നമ്മുടെ ഒരുക്കം. ഞാൻ പിന്നെ മോയ്സ്ചറൈസറും ലോഷനൊക്കെ ഞാൻ മുമ്പേ തേച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മളിനി കണ്ണെഴുതി പൊട്ടോടുന്നു, മുടി ലൂസിൽ വിടുന്നു, നമ്മുടെ ഒരുക്കം തീരുന്നു. കണ്ണെഴുതി പൊട്ടി വെക്കും. ഇനി നമ്മൾ എന്തെങ്കിലും ലിപ് ബാം എടുക്കും. അതെ, എൻ്റെ കുഞ്ഞുക്കുരിപ്പോട് താഴെയുണ്ട് കേട്ടോ. നോക്കിക്കേ. നമ്മളിപ്പോ റെഡിയായി. ഇപ്പൊ നമ്മള് എവിടെ പോകാനാ? കടയില് ഓഫീസിൽ പോയിട്ട് ഡിസിന്റെ ഓഫീസില് എല്ലാവരും പറയും ഗൈസ്, നമ്മൾ ഒന്ന് ഓഫീസിൽ പോയിട്ട് അപ്പൊ കാണും. അപ്പൊ കാണും. തേനിച്ചോ ഷോ അന്തല്ലേ ഗായ്സ്, ഞാൻ ഫേ എടുത്തിട്ടുണ്ട്. എൻ്റെ കണ്ണ് എൻ്റെ ഇത് നിനക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അത് മിസ്റ്റായ അതൊക്കെയുണ്ട്. ഞാൻ തന്നെ ഇടും. മേക്കപ്പ് കണ്ണുണ്ട്, മേക്കപ്പ് കാടി മേക്കപ്പ്. അത് കാണത്തില്ല ഗൈസ്, നീ പൊക്കി കാണിച്ചാലേ കാണുള്ളൂ. ഹലോ ഗൈസ്, ഇത് കണ്ട എന്റെ വ്ളോഗിന്റെ ഇടയ്ക്ക് അവളുടെ വ്ളോഗും കൂടി കാണാട്ടോ ഗൈസ്. കുഞ്ഞതേക്ക് ഇപ്പൊ തന്നെ ഇരിക്കും. എനിക്ക് എന്റെ ക്ലിപ്പൊക്കെ അവള് തന്നെ എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കി വാങ്ങിച്ചു വെച്ചിട്ട് ഇതേ എന്റെ കയ്യിലിടുന്ന സാധനവും അവള് വാങ്ങിച്ചു വെച്ചേക്കുവാണ് ഗൈസ്. അത് തരുമോ ഇത്? കുഞ്ഞൊന്ന് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടില്ല. നീ പറഞ്ഞിപ്പോ എന്താ പറഞ്ഞ അത് പറ. കുഞ്ഞ വാച്ചിട്ട് പോകുന്നത് ഇപ്പൊ നമ്മൾ കാണത്തില്ലല്ലോ. നിന്നെ വെയിറ്റ് ചെയ്യും. നമുക്ക് ഇച്ചിരി താഴേക്ക് താഴ്ത്താം. അയ്യോ, ഫാമിലിയിലേക്ക് കുഞ്ഞ മേലിട്ട് താഴേക്ക്. ഇതൊക്കെ ശരിയാണ് ഗൈസ്. എന്നെക്കാൾ മുമ്പ് അവള് ഫേമസ് ആയി ഗൈസ്. അപ്പൊ നമുക്കിനി കേക്ക് കട്ട് ചെയ്യുന്ന കാണാം ഗൈസ്. സോ ഗൈസ്, നമ്മളുടെ അവസാനം നമ്മൾ കേക്ക് ഫോട്ടോ എടുക്കാനുള്ള ഏർപ്പാട് കേട്ടോ. അപ്പായി അപ്പം ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഫോട്ടോസ് ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ 8 കിട്ടി. നമുക്കിതിനി 1, 9 നമുക്ക് വലിയ സെറ്റപ്പിലൊന്നും ഫോട്ടോസ് ഉണ്ടാവില്ല, ചെറുതായിട്ട് ഒരു സ്റ്റോറി ഇടാനുള്ള ഫോട്ടോസ് അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളത് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ഞാൻ ഇപ്പോഴേ പുറത്തെടുത്ത് വച്ചു. അതാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉരുകുന്നതാണ് തോന്നണത് എനിക്ക്. അപ്പോൾ നമുക്ക് അയ്യോ ഒന്നും നമ്മൾ പൊളിച്ചു. ഇനി നമുക്ക് 19 വയസ്സായി. എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം ഒരു ഭാഗത്ത് ഉണ്ട്. ഇനി
കുറേ കഷ്ടപ്പാടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? ഫോട്ടോ എടുക്കണം. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ബാലൻസ് കാണാം. ഗൈസ്, അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് സെറ്റപ്പ് ആക്കണമല്ലോ. ഇവിടെ വേറെ വീഡിയോ ആണ്. ഓക്കെ അല്ലേ? വീഡിയോ സെറ്റ് അല്ലേ? Happy birthday to you. Happy birthday to you, dear Kunyamu. Happy birthday to you. Happy birthday, Papi. അപ്പോൾ നമുക്ക് Happy ഹാപ്പി ബർത്ത്ഡേ ടു മീ. ആദ്യം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കുഞ്ഞെടുത്തരാം. ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ കണ്ണ് ടേസ്റ്റ് ഉണ്ടോ? ഇനി ലൈറ്റ് ഇടാം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഒരു ഫോട്ടോ அப்படியே கொடுக்குற மாதிரி ഫോട്ടോ എന്നെയൊന്നും ഫോട്ടോയ്ക്ക് റിയാക്ഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ല. അതിനാൽ നമ്മൾ സെറ്റ് ആക്കാനുള്ള ഇതിലായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അവൾ നോക്കണ്ട. മീൻസ് ഹാപ്പിയാണ്. അമ്മയും അപ്പായിട്ട് സർപ്രൈസ് വന്നല്ലോ. അത് പാപ്പി പാപ്പിയുടെ പെൻഡിങ് എന്റെ കാലശ്രീ കാലാകുമ്പോ ഇങ്ങനത്തെ വരുമ്പോ ഫ്രണ്ട് നോക്കി നിന്നിരിക്കും. താങ്ക് യു മമ്മി. നോക്കട്ടെ ഇവളുടെ അടുത്തൊരു സാധനം ഞാൻ പൊളിക്കാനോ ഇതാക്കാനോ പറഞ്ഞ പാട് നിങ്ങൾക്കൊന്ന ടൈറ്റനാണോ? ടൈറ്റൻ ഇത് ടൈറ്റന്റെ സിംബലല്ലേ? ഹാപ്പിയുടെ ഗിഫ്റ്റ് ആയത് നോക്കിക്കോ. ഹാപ്പിയുടെ ഗിഫ്റ്റ് ഞാൻ പൊളിക്കണേ. വാ ഹാപ്പി പോയി ഹാപ്പി കുഞ്ഞാക്കിയാണ് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചേക്കണേ? ഹാപ്പി നിക്കി ഇതാ പിന്നെ ഇത് പാപ്പി പാപ്പി വാങ്ങിച്ചു കൊടുത്ത എന്താണെന്നറിയോ? ഈ ഗിഫ്റ്റിന് ഒരു പ്രത്യേകത കിട്ടണം. ബിക്കോസ് ഇന്ന് രാവിലെ എന്റെ അനിയത്തി ഈ സാധനം തൂക്കി എടുത്തോണ്ട് വന്ന് എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞത് അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇതിനുണ്ട് എനിക്ക് കഴിക്കില്ല അവൾക്ക് കഴിക്കുന്നത്. പക്ഷെ ഇത് അവളുടെ വക എനിക്കുള്ള ഗിഫ്റ്റാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. അവൾ പോയി. താങ്ക് യു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നപ്പോൾ സമയം 11 മണിക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഡ്രസ്സ് മാറുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുക്കാമെന്ന് ഉറപ്പിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മ ഒരു ചോദിച്ച കാര്യം കേട്ടോ. അമ്മ ചോദിച്ചു, ഇത്രയും നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടോ, പക്ഷേ ഏതെങ്കിലും പിള്ളേർ ആ ബർത്ത്ഡേ അന്ന് നമുക്ക് 18 വയസ്സാകുന്നുണ്ട്, 19 വയസ്സാകുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, പക്ഷെ ആരെയും ആ ദിവസം അവരുടെ അമ്മമാരെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ജനിച്ച അന്നത്തെ ദിവസം അന്ന് അവർ നമ്മളാ ജനിച്ച സമയത്ത് അവരെന്തോരം വേദന സഹിച്ചിട്ടായിരിക്കും നമ്മളന്ന് ജനിപ്പിച്ചേന്നോ, അന്ന് അവരെന്തൊക്കെ വേദന സഹിച്ചിട്ടുണ്ടാവുന്നോ, അന്ന് അവരുടെ അവസ്ഥ എന്തായിരുന്നോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ അമ്മമാർക്ക് അവർക്ക് നമ്മൾ വിഷ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മളൊരു പ്രയർ ചെയ്തുകൊണ്ട് നമ്മളവരെ കെട്ടിപ്പിടിച്ച് ഒരു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ഞാൻ ഇപ്പോൾ അത് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറേ ഒച്ചയൊക്കെ ഉണ്ടാവും, കുറേ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ തിരുത്തി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് അമ്മേനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാം. അപ്പോൾ അമ്മ അവിടെ വാവസിക്ക് വേണ്ടി ഫുഡ് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അമ്മ ഇരിക്കുന്ന കൊലം കണ്ടിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞു, നേരെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെന്നിട്ട് നമ്മൾ നേരെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പ എടുത്ത് വീഡിയോ എടുത്തരാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പായെന്ന ശേഷം നമുക്ക് പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയിൽ കൊടുത്ത് അമ്മയ്ക്കൊരു വിഷയം ചെയ്യാം കേട്ടോ. അമ്മ ഇത് ഉച്ചയ്ക്ക് കാര്യം പറഞ്ഞു. മമ്മീനെ കെട്ടിപ്പിടിച്ചത് അപ്പൊ ഞാൻ മമ്മീനെ കെട്ടിപ്പിടിച്ചു. ഈ ലോകത്തേക്ക് ഗൈസ്, അപ്പോൾ നമ്മൾ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് വന്നു കേട്ടോ. ഞാൻ കരയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഈ കരച്ചിൽ വന്നു. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ചാച്ചാ ബൈ. ഇതേ അമ്മ വന്നു ഗൈസ്. ചാച്ച. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് പോയി കിടന്ന് ഉറക്കട്ടെ. ചാച്ചാ ബൈ.